റൈറ്റ്സ് ബേസ്ഡ് അപ്രോച്ച് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസിൻ്റെ ഹ്യൂമൻ റൈറ്റ്സ് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നുണ്ടോ, പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ, ഫുൾഫിൽ ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ്. സോ മെയിനായിട്ട് ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഡിഗ്നിറ്റി, ഇക്വാളിറ്റി, ജസ്റ്റിസ് എന്നിവയൊക്കെയാണ്. സോ സിസ്റ്റമിക് ഇനിക്വാളിറ്റീസ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടും മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സിനെ ഒന്ന് എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടുമൊക്കെയാണ് ഇവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത് മെയിനായിട്ട് ലീഗൽ ഫ്രെയിംവർക്ക്സ് ഒക്കെ ഈ ഒരു അപ്രോച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ട്രീറ്റീസ് ലൈക്ക് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ. ഓൾസോ ഇതാണെങ്കിൽ അക്കൗണ്ടബിലിറ്റി എംഫസിസ് ചെയ്യുന്നുണ്ട്. സോ ഗവൺമെൻറ്റ്സും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഹ്യൂമൻ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആണെന്നുള്ളത്. ഓൾസോ ഇത് പാർട്ടിസിപ്പേഷൻ, അതുപോലെ തന്നെ സോഷ്യൽ സ്ട്രക്ചേഴ്സിനെയും പോളിസീസിനെയും ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടും ഹ്യൂമൻ റൈറ്റ്സ് എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും റെസ്പെക്റ്റഡ് ആണ്, പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളതും എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റൈറ്റ്സ് ബേസ്ഡ് അപ്രോച്ച് ഉപയോഗിക്കുന്നതാണ്.